ഹായ് ഓൾ, നമസ്കാരം. സഹകാരി റേസ് ബസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. അപ്പം നമ്മുടെ നിയമം പഠിക്കുമ്പോൾ അവിടെ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷൻ 2 ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ വകുപ്പ് 2 എന്ന് പറയുന്ന ആ ഒരു വകുപ്പിലും ഇതുപോലെ തന്നെ ഡെഫിനിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 2വിലും ആക്റ്റിലെ സെക്ഷൻ 2വിലും റൂൾ 2വിലും ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നിയമം പഠിക്കുന്ന സമയത്ത് ആ ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പലതരത്തിലുള്ള ടേംസും അല്ലെങ്കിൽ പദങ്ങളും ഒക്കെ നമ്മളുടെ നിയമത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണ്ടേ എന്താണിത്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടേംസിൻ്റെ അല്ലെങ്കിൽ ഈ പദങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മുടെ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്റ്റിലാണെങ്കിൽ നമ്മളുടെ സെക്ഷൻ 2വിലാണ് ഡെഫിനിഷൻസ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂളിലാണെങ്കിൽ റൂൾ 2വിലാണ് ഡെഫിനിഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിന് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് നമ്മൾ കൃത്യമായിട്ട് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 2 പഠിക്കുന്നത് പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ 2വിലെയും ഡെഫിനിഷൻസിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ 2 ഡെഫിനിഷൻസ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് ആ ഒരു മാർക്ക് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ആ ഒരു മാർക്ക് നമ്മുടെ റാങ്കിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ദ പ്രസന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രിവൈൽ ഇൻ കേരള ഈസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതായത് നമ്മുടെ കേരളത്തിലെ ഇന്ന് സഹകരണവുമായി ബന്ധപ്പെട്ട് നിലവിലിരിക്കുന്ന നിയമമാണ് കേരള സഹകരണ നിയമം 1969. അപ്പോൾ നമ്മളതിനെ ചുരുക്കി വിളിക്കും അല്ലേ, എന്താ KCS ആക്ട്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1969. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ കെയിം ഇൻറ്റു ഫോഴ്സ് ആകുന്നത് 15/5/1969. ഓക്കെ, നമ്മുടെ നിയമത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 12/5/1969. അതായത് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് 12/5/1969. നമ്മുടെ ആക്ട് കെയിം ഇൻറ്റു ഫോഴ്സ് ആകുന്നത് 15/5/1969. അപ്പോൾ കേരള സഹകരണ നിയമം എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നിയമമാണ്. എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള സൊസൈറ്റികളെയും അല്ലേ, അതിപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആയാലും കൺസ്യൂമർ ആയാലും വനിതയായാലും SC/ST ആയാലും അതേപോലെ ലേബർ കോൺട്രാക്റ്റ് ആയാലും ടൂറിസം ആയാലും ഇത്തരത്തിലുള്ള ഏത് സഹകരണ പ്രസ്ഥാനങ്ങളെയും ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരുപോലെ ബാധകമായിട്ടുള്ള നിയമമാണെന്ന് പറയുന്നത് KCS ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിയമമാണ്. അപ്പോൾ നമ്മളുടെ ആക്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലേ, എന്താ? ദ ആക്ട് മേ ബി കോൾഡ് ആക്ട് 21 ഓഫ് 1969. ആക്ട് 21 ഓഫ് 1969 എന്നും വിളിക്കാറുണ്ട്. അതായത് നമ്മുടെ കേരള നിയമസഭയിൽ പാസ് ചെയ്യുന്ന 1969 പാസ് ചെയ്യുന്ന 21ാം നമ്പർ നിയമമാണ് നമ്മളുടെ KCS ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ ആക്ടിലെ കാര്യങ്ങളല്ല, പിന്നെന്താണ്, റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേച്ചറാണ് ഫ്രെയിം ചെയ്യുന്നത്. ആക്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലോ. അതായത് ലെജിസ്ലേച്ചർ ഫ്രെയിം ചെയ്യുന്ന നിയമനിർമ്മാണ സഭയാണത് എനാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ആക്ടിനെ അറിയപ്പെടുന്നത് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലോ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു ലെജിസ്ലേച്ചറാണ് ഫ്രെയിം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ആക്ട് വന്നതിന് ശേഷം ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് റൂള് എന്ന് പറയുന്നത്. റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ റൂളിനെ വിളിക്കുന്നത് പ്രൊസീജിയറൽ ലോ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ റൂളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ റൂളിൽ തന്നെ റൂൾ 2 ഡെഫിനിഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആക്ട് പഠിക്കുന്ന അതേ ഒരു ഗൗരവത്തോടെ തന്നെ നമ്മൾ റൂളും പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ച്, ആക്ടിനെയും റൂളിനെയും ഒരുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ആ റൂൾ 2 എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരുന്നതാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് അത്രയും ഗൗരവത്തോടു കൂടി ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റൂള് നിലവിൽ വരുന്നത്, റൂള് കെയിം ഇൻറ്റു ഫോഴ്സ് ആയത് 14/7/1969. അപ്പോൾ നമ്മുടെ ആക്ട് കെയിം ഇൻറ്റു ഫോഴ്സ് ആയത് 15/5/1969. റൂള് നിലവിൽ വരുന്നത് 14/7/1969 നമുക്കറിയാം അല്ലേ. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്, എന്നാൽ റൂളിലെ ചാപ്റ്റർ 15 നമുക്കറിയാം. റൂളിനകത്ത് മൊത്തം നമുക്ക് 15 ചാപ്റ്റർ ആണുള്ളത്. ആക്ടിലാവുമ്പോൾ 16 ചാപ്റ്റർ. ആക്ടിലാവുമ്പോൾ എത്ര ചാപ്റ്റർ ഉണ്ട്? 16 ചാപ്റ്ററും. റൂളിലാണെങ്കിൽ
15 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. ഈ ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ടിൻ്റെ ഭാഗത്തെ നമ്മൾ സെക്ഷൻ എന്നാണ് വിളിക്കുക. ആക്ടിലെ ഓരോ സെക്ഷൻസ് ആണ്. അങ്ങനെ നമുക്ക് 110 സെക്ഷനുകളാണ് ആക്ടിനകത്തുള്ളത്. ഈ 110 സെക്ഷനെയും ആ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഓർഡറിനെ നമ്മൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആ സെക്ഷൻ്റെ ഇത്ര ഭാഗത്തെ നമ്മൾ ചാപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് നമ്മൾ ചാപ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ KCS ആക്ടിനകത്ത് മൊത്തം 110 സെക്ഷൻ 16 ചാപ്റ്ററിനകത്തായിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ റൂളിനകത്ത് മൊത്തം 201 റൂളുകളാണുള്ളത്. എത്ര റൂളുണ്ട്? 201 റൂള്. ഈ 201 റൂള് 15 ചാപ്റ്ററുകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളുടെ റൂള് കെയിം ഇന്ത്യ ഫോഴ്സ് ആയത് 14/7/1969 ഈ റൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 15ാമത്തെ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 15. ഇത് കെയിം ഇന്ത്യ ഫോഴ്സ് ആയത് 14/7/1969 പിന്നെയോ 1/1/1974 അപ്പോൾ ചാപ്റ്റർ 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അല്ലേ. എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എസ്റ്റാബ്ലിഷ്മെൻ്റ്. അപ്പോൾ നമ്മുടെ ആക്ടിനകത്താണെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 12 ആണ്. ആക്ടിനകത്ത് എത്രയാണ്? ആക്ടിനകത്ത് ചാപ്റ്റർ 12 ആണ്. ചാപ്റ്റർ 12 ആണ് എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൺസേൺഡ് റൂളിനകത്ത് എത്രയാണ്? എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 15 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 15 നമുക്കറിയാം 182 മുതൽ റൂൾ 182 മുതൽ റൂൾ 201 വരെയാണ് ചാപ്റ്റർ 15 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 15 നിലവിൽ വന്നത് 1/1/1974 പരീക്ഷയ്ക്ക് ചോദിക്കും. റൂളിലെ ചാപ്റ്റർ 15 എത്ര റൂള് തൊട്ട് എത്ര റൂള് വരെ? 182 മുതൽ 201 വരെയുള്ള റൂളുകൾ ഉൾപ്പെടുന്ന ആ ഒരു ചാപ്റ്റർ 15 നിലവിൽ വരുന്നത് 1/1/1974. ബാക്കി എല്ലാ റൂളുകളും, അതായത് ബാക്കി 14 ചാപ്റ്ററുകളും എന്ന് നിലവിൽ വന്നു? 14/7/1969 നിലവിൽ വന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ആക്ടിലെ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമുക്കറിയാം 80, അതേപോലെ 80A, B, C, D, E ഇത്രയും സെക്ഷനുകൾ അടങ്ങുന്നതാണ് ആക്ടിലെ ചാപ്റ്റർ 12 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺസേൺഡ് റൂളാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ എന്താണ് 182 തൊട്ട് 201 വരെ വരുന്ന റൂളുകൾ ഉൾപ്പെടുന്ന ചാപ്റ്റർ 15 എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞു ചാപ്റ്റർ 15 വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ 182 തൊട്ട് 201 വരെയാണ്. അത് ഓക്കെയാണ്. 182 തൊട്ട് 201 വരെ വരുന്ന റൂളുകളാണ് ചാപ്റ്റർ 15 ഉൾപ്പെടുന്നത്. പക്ഷേ ഈ ചാപ്റ്റർ 15 അവസാനത്തെ റൂൾ ഉണ്ടല്ലോ 201 എന്ന് പറയുന്ന റൂള്, ഇത് 1/1/1974 വന്നത്. ഇത് വന്നത് 1988 അല്ലേ. അപ്പോൾ 201 റൂൾ 201 വന്നത് 1988 പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ പ്രൊമോഷൻസ് എന്ന് പറയുന്ന, അതായത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പ്രൊവിഷൻസ് ആണ് നമ്മളുടെ ഈ റൂൾ 201 പറയുന്നത്. അപ്പം നമ്മുടെ റൂളിലെ ഏറ്റവും അവസാനത്തെ റൂളാണ് ചാപ്റ്റർ 15 വരുന്ന അവസാനത്തെ റൂളിനകത്ത് വരുന്ന അവസാനത്തെ റൂളാണ് എന്തെന്ന് പറയുന്നത്? റൂൾ 201 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലവിൽ വന്നത് 1988. പക്ഷേ ഈ റൂൾ 201 ഉൾപ്പെടുന്നത് ചാപ്റ്റർ 15 ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് 182 തൊട്ട് 201 വരെ വരുന്ന റൂളുകളാണ് ചാപ്റ്റർ 15 അപ്പോൾ ഈ 182 മുതൽ 200 വരെയുള്ള റൂളുകൾ 1/1/1974 വന്നു. ഇതിലെ ഈ ചാപ്റ്റർ 15 ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൂൾ 201 നിലവിൽ വന്നത് 1988. ഓക്കെ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഡെഫിനിഷനാണ് റൂൾ 2A. അപ്പോൾ ആ റൂൾ 2A പറയുന്നത് ആക്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിയമം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ആക്ട്, അതിൻ്റെ കൺസേൺഡ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ റൂള് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്റ്റും റൂളും ഞാൻ പറഞ്ഞതുപോലെ ആക്ടിൻ്റെ തുടർച്ചയാണ് റൂള് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആക്ട്, എന്താണ് ഈ ആക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മളുടെ റൂൾ 2 ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ 2A എന്ന് പറഞ്ഞാൽ ആക്ട് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ട് എന്ന് പറയുന്നത്? മീൻസ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതായത് നമ്മുടെ കേരള സഹകരണ നിയമം 1969 എന്നുള്ളതാണ് നമ്മളുടെ ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ട് മീൻസ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇപ്പം നമ്മൾ ചുരുക്കി വിളിക്കാറുണ്ട് അതെന്ന് KCS ആക്ട് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ?
അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയിൽ പാസ് ചെയ്യുന്ന സഹകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രൊവിൻഷ്യൽ ആക്ട് ഏതാണ്, അല്ലെങ്കിൽ പ്രവിശ്യ നിയമം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്കറിയാലോ, ഇന്ത്യയിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1919 അല്ലെ. 1919 ഇങ്ങനെ ഒരു ഭരണപരിഷ്കാരം വന്നതോടുകൂടി നമ്മളുടെ സഹകരണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളിലേക്ക് പാസ് ചെയ്യുന്നു. അന്ന് സംസ്ഥാന സർക്കാരില്ല, പ്രവിശ്യയാണ്. സംസ്ഥാനത്തിന് പകരം പ്രവിശ്യകളാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ സഹകരണം ഒരു സംസ്ഥാന വിഷയമായത് 1919 കൂടിയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന പ്രൊവിൻസ് ഏതാണ് എന്നുള്ള പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഏതാണ്, ബോംബെ പ്രൊവിൻസ് ആണ്. അപ്പോൾ ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രവിശ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്ന വർഷം എന്നാണ്, ബോംബെ അല്ലേ, ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷം 1925 ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പറയുന്നത് റൂൾ 2AA ആണ്. അപ്പോൾ ഇതും എന്താണ്, ഒരു ഡെഫിനിഷനാണ്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്താണെന്നാണ് 2AA പറയുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് CMRF അല്ലേ, CMRF എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. അതായത് എല്ലാ സഹകരണ സംഘങ്ങളും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ അറ്റ ആദായത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട, നിയമപരമായിട്ട് മാറ്റിവെക്കേണ്ട ഒരു ഫണ്ടാണ് ഈ പറഞ്ഞ CMRF എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ് CMRF എന്ന് പറയുന്ന ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ CMRF എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം. എന്താണ്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. മെമ്പേഴ്സാണ് അവരുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ആ മെമ്പേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള അവശത അല്ലെങ്കിൽ അവർക്കിപ്പം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ അസുഖമോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ അവശത അനുഭവിക്കുന്ന അത്തരത്തിലുള്ള മെമ്പേഴ്സിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ CMRF എന്ന് പറയുന്ന ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ റൂൾ 2 പ്രകാരം എന്താണ് CMRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 1C ഓഫ് ദ ആക്ട്. നമ്മുടെ KCS ആക്ടിനകത്ത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1C പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് CMRF അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്നുള്ളതാണ് റൂൾ 2AA ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ CMRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 1C പറയുന്നുണ്ട്. അപ്പോൾ അതുപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണെന്ന് പറയുന്നത് CMRF അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ CMRFൻ്റെ ഡെഫിനിഷൻ നമ്മുടെ ഈ പറഞ്ഞ റൂൾ 2AA പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എവിടെയാണ്, റൂൾ 53A. എവിടെയാണ് റൂൾ 53A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് ഡെഫിനിഷൻ പറയുന്നതാണ് റൂൾ 2AA എന്ന് പറഞ്ഞാൽ. സെക്ഷനകത്ത് അല്ലെങ്കിൽ ആക്ടിലെ സെക്ഷനകത്ത് എവിടെയാണ് CMRFനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെക്ഷൻ 56 സബ്സെക്ഷൻ 1C പറയുന്നത്. 56 എന്താണെന്ന് അറിയാം, എന്താണ്, ഡിവിഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ വിഭജനമാണ് നമ്മളുടെ സെക്ഷൻ 56 പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സബ്സെക്ഷൻ 1C സെക്ഷൻ 56ൻ്റെ സബ്സെക്ഷൻ 1C പറയുന്നുണ്ട് ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10%, എത്ര ശതമാനം, 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരമാണ് ആ 56 സബ്സെക്ഷൻ 1C പ്രകാരമാണ് മെമ്പർ റിലീഫ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിട്ടാണ് ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മളെ ഈ പറഞ്ഞ റൂൾ 2AA പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ പറഞ്ഞ ആ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാണോ കിട്ടുന്നത് അതുമുതൽ 2 മാസത്തിനുള്ളിൽ എന്തടച്ചിരിക്കണം, ഈ പറഞ്ഞ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് അടച്ചിരിക്കണം. ഓക്കെ അല്ലേ. അതുപോലെ ഈ മെമ്പർ റിലീഫ് ഫണ്ട് അടച്ചില്ല എങ്കിൽ റൂൾ 53A പ്രകാരം നമ്മളുടെ ഈ പറഞ്ഞ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എത്ര രൂപയാണോ അടയ്ക്കാൻ വീഴ്ച വരുത്തിയത്, ഈ മെമ്പർ റിലീഫ് ഫണ്ടായിട്ട് എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് ആ തുകയുടെ എത്ര ശതമാനം, 6% പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് മെമ്പർ റിലീഫ് ഫണ്ട് അടച്ചില്ല എങ്കിലുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കസ്റ്റോഡിയൻസ് നമ്മുടെ രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു മെമ്പർ റിലീഫ് ഫണ്ടിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കമ്മിറ്റിയാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ 3 മെമ്പേഴ്സാണുള്ളത്. എത്ര മെമ്പേഴ്സാണുള്ളത്, 3 മെമ്പേഴ്സാണുള്ളത്. അതിനകത്ത് ഒരാൾ നമുക്കറിയാം എൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള രജിസ്ട്രാർ ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ, 2 പറയുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് അല്ലേ, കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്.
മൂന്നെന്ന് പറയുന്നത് സെക്രട്ടറി ഓൺ കോർപ്പറേഷൻ ആണ്. സെക്രട്ടറി ഓൺ കോർപ്പറേഷൻ ആണ്. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനുള്ളത്. അപ്പോൾ അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. ഓക്കെ, ആ ലിസ്റ്റിൽ എന്താണ്, അതൊരു കരടാണ്, ഡ്രാഫ്റ്റ് ലിസ്റ്റാണ്, അത് പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. പക്ഷേ ഇതിനകത്തുനിന്ന് ഫൈനൽ ലിസ്റ്റ്, അതായത് ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ കമ്മിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? സോ ആർക്കൊക്കെ ഈ മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് അസിസ്റ്റൻസ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് RCS ആണ്. അപ്പോൾ ഇത് ആരുടെ കയ്യിലേക്ക് പോകും? ഈ കമ്മിറ്റിയുടെ കയ്യിലേക്ക് പോകും. എന്നിട്ട് ആ കമ്മിറ്റിയാണ് ഇതിൽ നിന്ന് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടെ, ഈ മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, യൂട്ടിലൈസേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ബുക്സിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസും പുറത്തിറക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ അല്ല, ഗവൺമെൻറ് ആയിരിക്കും. ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, അതായത് ആരാണ് ഈ പറഞ്ഞ മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ബുക്സിൻ്റെയൊക്കെ മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് പുറത്തിറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കസ്റ്റോഡിയൻ രജിസ്ട്രാർ ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന രജിസ്ട്രാർ ആണ്. പക്ഷേ അതിനകത്തുനിന്ന് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ റൂൾ 2A കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടാണ് പറയുന്നത്. അപ്പോൾ 56(1)C, അതായത് സെക്ഷൻ 56(1)C പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെമ്പർ റിലീഫ് ഫണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇനി പറയുന്നത് നോക്കേ, 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു CMRF. അപ്പോൾ CMRFലേക്ക് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% മാറ്റേണ്ടത്. ഓക്കെ, അപ് ടു എത്ര രൂപ വരെ? 1 ലക്ഷം രൂപ വരെയാണ് ഈ പറഞ്ഞ മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ഈ CMRFലേക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 2 ലക്ഷം രൂപ വന്നാൽ, 2 ലക്ഷം രൂപ വന്നാൽ എത്ര രൂപ അടച്ചാൽ മതി? 1 ലക്ഷം രൂപ വരെ അടച്ചാൽ മതി. കാരണം ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh റുപ്പിയാണ്. അപ്പോൾ എത്ര ശതമാനമാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും എന്താണ് ഈ മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ, എന്തിൻ്റെയാണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒന്നുമല്ല, നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% മാറ്റേണ്ടത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിവിഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 56 പ്രകാരം ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ 56(1)C പ്രകാരം മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് തുക മാറ്റാൻ പറയുന്നു. അപ്പോൾ അതാണ് ഈ പറഞ്ഞ മെമ്പർ റിലീഫ് ഫണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പറയുന്നത് റൂൾ 53A ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനമാണ് മാറ്റേണ്ടത്? നെറ്റ് പ്രോഫിറ്റിന്റെ 10% മാറ്റണം. മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് എന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ്, നിയമപരമായിട്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ട ഒരു ഫണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് മെയിൻറ്റൈൻഡ് ബൈ രജിസ്ട്രാർ. ഇത് ഞാൻ പറഞ്ഞാണല്ലേ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആര് തന്നെയായിരിക്കും? രജിസ്ട്രാർ ആയിരിക്കും. പക്ഷേ ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആരുണ്ട്? ഒരു 3 അംഗ കമ്മിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തായി പറയുന്നത് റൂൾ 2AB ആണ്. റൂൾ 2AB എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളുടെ 2024 ഭേദഗതി പ്രകാരം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റൂൾ അമെൻമെൻറ്റും വന്നിട്ടുള്ളതാണ്. 2024 ഡിസംബറിലാണ് ഈ പറഞ്ഞ റൂൾ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ അമെൻമെൻറ്റ് പ്രകാരം റൂളിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണെന്ന് പറയുന്നത് ഈ റൂൾ 2AB എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പം പുതുതായിട്ട് ഇപ്പോഴത്തെ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ വസ്തുതയാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നുള്ളതാണ് റൂൾ 2AB ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റിവൈവൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ? മീൻസ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദ ആക്ട്. നമ്മുടെ ആക്ടിലെ സെക്ഷൻ 57E പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നുള്ളതാണ് റൂൾ 2AB പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രകാരമാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 57E പ്രകാരമാണ്. നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പ് 57D വരെയായിരുന്നു ഉണ്ടായിരുന്നത്. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 57C എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം, അതുപോലെ തന്നെ 57D എന്ന് പറയുന്നത് റിസ്ക് ഫണ്ട് സ്കീം. അത്രയും വരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പം നമ്മളുടെ
ആക്ട് അമെൻമെന്റിന്റെ ഭാഗമായിട്ട് 57E എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ കൂട്ടിച്ചേർത്തു. അതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അപ്പോൾ 57E പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നുള്ളതാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് റൂൾ 2AB ആണ്. ആ ഒരു റൂൾ മറക്കാതിരിക്കുക. അടുത്തൊരു എക്സാമിന് എന്തായാലും ചോദ്യം ഉണ്ടാകും, കാരണം പുതിയ റൂളാണ്. അപ്പോൾ റൂൾ 2AB അല്ലേ? AB എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു റിവൈവൽ ഫണ്ട് സ്കീം കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീക്കറായിട്ടുള്ള സൊസൈറ്റികളും അതേപോലെ ചില അസാധാരണ കാരണങ്ങളാൽ പ്രവർത്തനം നിലച്ചു പോയിരിക്കുന്ന സൊസൈറ്റികൾക്കുമൊക്കെ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ ഒരു സംവിധാനം നമ്മളുടെ നിയമത്തിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമാണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, അപ്പോൾ ഇത് എന്ത് സ്കീമാണ് എന്ന് പരീക്ഷയ്ക്ക്, എന്തുമായി ബന്ധപ്പെട്ട സ്കീമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീക്കർ സൊസൈറ്റികൾക്കും അതുപോലെ ചില അസാധാരണ കാരണങ്ങളാൽ അബ്നോർമൽ ആയിട്ടുള്ള റീസൺ മൂലം പ്രവർത്തനം നിലച്ചു പോകുന്ന സൊസൈറ്റികൾക്കുമൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തതായി പറയുന്നത് എന്താ? റൂൾ 2AI ഓഡിറ്റ് ടീം. അപ്പോൾ നമ്മളുടെ പുതിയ അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി പ്രകാരം റൂളിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് റൂൾ 2AI. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മുമ്പുണ്ടായിരുന്നില്ല, പുതുതായിട്ട് വന്ന റൂളാണ് റൂൾ 2AI എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻസേർഷൻ ആണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റ് ടീം എന്താണ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓഡിറ്റ് ടീം എന്ന് പറയുന്നത്? മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ DCA. അപ്പോൾ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്, ഓഡിറ്റേഴ്സിൻ്റെ ഒരു കൂട്ടം. അപ്പോൾ അതിനകത്ത് 1, 2, 3 ഓഡിറ്റേഴ്സ് ഒക്കെ വരാം. ക്ലിയർ ആണോ പറഞ്ഞത്? എന്തായാലും ഒരാളല്ല, ഒന്നിലധികം ആൾക്കാർ വരുന്ന ഒരു ടീമാണ്. ടീം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ടെന്നാണല്ലോ. ഓക്കെ, ഇനി അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? DCA, നമ്മളുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ജനറൽ ബോഡിക്കാണ്. അപ്പോൾ അത് യൂണിറ്റ് ഓഡിറ്ററിനെ ആയാലും കൺകറന്റ് ഓഡിറ്ററിനെ ആയാലും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ജനറൽ ബോഡിയാണ്. പക്ഷേ ഓഡിറ്റ് ടീം എന്ന് കേട്ടാൽ ഉത്തരം മാറും. ഓഡിറ്റ് ടീമിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മളുടെ നിയമപ്രകാരം DCA ആണ്, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇത് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്ത് സെക്ഷൻ പ്രകാരമാണ് ഈ പറഞ്ഞ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് DCAക്ക് അനുവാദം നൽകുന്ന അല്ലെങ്കിൽ അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 9. അപ്പം നമ്മുടെ നിയമത്തിൽ പുതിയ ഭേദഗതി പ്രകാരം ആക്റ്റിൽ കൂട്ടിച്ചേർക്കപ്പെട്ട എന്താണ് ഉപവകുപ്പാണ് 61ന്റെ സബ്സെക്ഷൻ 9 എന്ന് പറയുന്നത്. സെക്ഷൻ 63 അറിയാം, DCA കുറിച്ച് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിലെ സബ്സെക്ഷൻ 9 എന്ന് പറയുന്നത് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പോൾ 63(9) പ്രകാരമാണ് DCA ഓഡിറ്റ് ടീമിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഓഡിറ്റ് ടീം എന്ന് ഡിഫൈൻ ചെയ്യുന്നത് റൂൾ 2Aയിലാണ്. ഓഡിറ്റ് ടീമാണ്. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 63(9) പ്രകാരം DCA അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയാണ് ഓഡിറ്റ് ടീം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാമല്ലോ, ടീം ഓഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടറിൽ വന്നത് 1988 പക്ഷേ അന്നൊരു പരീക്ഷണാർത്ഥം നടപ്പിലാക്കിയതാണ്. പിന്നീട് നമ്മളത് എന്ത് ചെയ്തു? അത് മാറ്റിവെച്ചു. ഇപ്പം നമ്മളെന്താണ് പിന്നീട് അങ്ങോട്ട് കൺകറന്റ് ഓഡിറ്റും അതേപോലെ യൂണിറ്റ് ഓഡിറ്റും ഒക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ ഒരുപാട് അഴിമതികളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടീം ഓഡിറ്റ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റ് ടീം എന്ന് പറയുന്ന ഒരു സംവിധാനം പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1988 ഇത് വന്നെങ്കിലും പിന്നീട് നടപ്പിലാക്കാതെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് ഉണ്ടാവും, ഒരുപാട് ചിലവുണ്ടാവും അല്ലേ? ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരാളല്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റായിട്ട് പോകുന്നത്, ഒന്നിലധികം ആൾക്കാരാണ്, ഒരു ഓഡിറ്റ് ടീമാണ് പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചിലവുകൾ യൂണിറ്റ് ഓഡിറ്റോ കൺകറന്റ് ഓഡിറ്റിനെക്കാട്ടിലും കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അത്രയും സ്റ്റാഫ് സ്ട്രെങ്ത് നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഇല്ല. ഈ ടീം ഓഡിറ്റ് നടപ്പിലാക്കാനുള്ള അത്രയും ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ടാണ് 1988 ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കിയെങ്കിലും പിന്നീട് അത് ചെയ്യാതെ പോയത്. ഇപ്പം നിലവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായി പറയുന്നത് എന്താ? 2B, റൂൾ 2B എന്താണ്? ഡിക്രി ആണ്. ഡിക്രി അല്ലേ? അപ്പോൾ ഡിക്രി എന്ന് പറഞ്ഞാൽ ഒരു കോർട്ട് ഓർഡർ ആണ് അല്ലേ? ഒരു കോർട്ടിൻ്റെ ഒരു വിധിയാണ് എന്തെന്ന് പറയുക, നമ്മൾ ഡിക്രി എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ റൂൾ 2Bയിൽ എന്താണ് ഡിക്രി എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡിക്രി മീൻസ് എനി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് അണ്ടർ സെക്ഷൻ 76 ഓഫ് ദിസ് ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരള സഹകരണ നിയമത്തിലെ സെക്ഷൻ 76 പ്രകാരം നടപ്പിലാക്കേണ്ട
ഏതെങ്കിലും ഒരു ഓർഡറോ അല്ലെങ്കിൽ ഒരു ഡിസിഷനോ അല്ലെങ്കിൽ അവാർഡിനെയോ ആണ് നമ്മൾ എന്ന് വിളിക്കുക ഡിക്രി എന്ന ആ ഒരു പദം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുവഴി എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സെക്ഷൻ 76 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താണ്, എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ ആ 76 പ്രകാരം നടപ്പിലാക്കേണ്ട ഒരു വിധി കൊടുത്താൽ നടപ്പിലാക്കേണ്ടതാണ് അല്ലേ. ഒരു കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കേണ്ട എന്തെങ്കിലും ഓർഡറോ ഡിസിഷനോ അവാർഡിനെയോ ആണ് നമ്മൾ എന്ത് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഡിക്രി എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡിക്രി ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ മനസ്സിലാക്കണം. അത് മറന്നു പോരുത്. സെക്ഷൻ 2B ഡിക്രിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ബിയിൽ എന്തിനെക്കുറിച്ച് പറയുന്നു, ഡിക്രിയെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് മറക്കല്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്, നടപ്പിലാക്കേണ്ട ഒരു ഓർഡറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഓർഡർ, എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഓർഡർ അല്ലേ, അല്ലെങ്കിൽ ഡിസിഷൻ അല്ലെങ്കിൽ അവാർഡാണെന്ന് പറയുന്നത്, അതിനെ ഒറ്റ വാക്കുകൊണ്ട് പറയുന്നതാണ്. ഈ 3 കാര്യങ്ങളുടെ കൂട്ടമായിട്ട് കളക്റ്റീവായിട്ട് പറയുന്ന വാക്കാണെന്ന് പറയുന്നത് ഡിക്രി എന്ന് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്, ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എ ഡിസിഷൻ ഓഫ് സിവിൽ കോർട്ട് വിച്ച് ഈസ് നോട്ട് എ ഡിക്രി ഈസ് കോൾഡ് ഓർഡർ. ഇത് പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒരു സിവിൽ കോർട്ടിൻ്റെ ഡിസിഷൻ്റെ ഫോർമൽ എക്സ്പ്രഷൻ, പക്ഷേ അതെന്തല്ല, ഒരിക്കലും ഒരു ഡിക്രി അല്ല എങ്കിൽ അത് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്, അത് ഓർഡറിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഒരു സിവിൽ കോർട്ടിൻ്റെ ഡിസിഷൻ്റെ ഫോർമൽ എക്സ്പ്രഷൻ, പക്ഷേ അതെന്തല്ല, ഡിക്രി അല്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓർഡർ. അപ്പോൾ ഇത് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2B നമുക്ക് മനസ്സിലായി, ഡിക്രിയാണ്. ഇനി അടുത്തതായിട്ട് 2C ആണ്. റൂൾ 2C എന്ന് പറഞ്ഞാൽ ഡിക്രി ഹോൾഡർ ആണ്. ഡിക്രി ഹോൾഡർ, അപ്പോൾ ഡിക്രി എന്ന് പറഞ്ഞാൽ അറിയാം ഒരു കോടതിയുടെ വിധിയാണ്. അപ്പോൾ ആ വിധിക്കകത്ത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ അതൊരു ഡിസിഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ആവാം, അല്ലെങ്കിൽ അവാർഡ്. ഇതിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഡിക്രി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രീവിയസ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഡിക്രി അല്ലാത്ത ഒരു സിവിൽ കോർട്ടിൻ്റെ ഫോർമൽ ഡിസിഷൻ്റെ ഫോർമൽ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് വന്നു, ഓർഡർ വന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിയമപരമായിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ഇനി 2C എന്ന് പറഞ്ഞാൽ ഡിക്രി ഹോൾഡർ ആണ്. ഡിക്രി ഹോൾഡർ എന്ന് പറഞ്ഞാൽ വിധി സമ്പാദിച്ചിരിക്കുന്ന ആൾ എന്നുള്ളതാണ്. ഓക്കെ ആണോ. അപ്പോൾ ഡിക്രി ഹോൾഡർ ആ ഒരു വിധി കയ്യിൽ കരുതിയിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആർക്ക് അനുകൂലമായിട്ടാണോ വിധി കിട്ടിയിരിക്കുന്നത് അവരെയാണെന്ന് വിളിക്കുക ഡിക്രി ഹോൾഡർ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളൊരു കേസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു വാദിയും ഉണ്ടാകും, ഒരു പ്രതി ഉണ്ടാകും അല്ലേ. അപ്പം വാദി എന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് വാദി എന്ന് പറയുന്നത്. പ്രതി എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്ന അയാളെയാണ് നമ്മൾ പ്രതി എന്ന് വിളിക്കുക. മനസ്സിലായോ പറഞ്ഞേ. അപ്പോൾ ഇവിടെ എന്തായാലും കോടതി എന്ത് ചെയ്യും, ഈ കേസ് പരിഗണിച്ച് വാദമെല്ലാം കേട്ടതിന് ശേഷം ഒരു ഡിക്രി കൊടുക്കും അല്ലേ. ആ ഡിക്രിയാണ് നമ്മൾ പറഞ്ഞത്. ഡിക്രി എന്ന് പറഞ്ഞാൽ ഈ 3 ആൾക്കാരാവാം, ഓർഡർ ആവാം, ഡിസിഷൻ ആവാം, അവാർഡ് ആവാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ആയാലും ഡിക്രി എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ഓർഡർ ആയാലും എക്സിക്യൂട്ട് ചെയ്യണം, അതേപോലെ ഡിസിഷൻ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം, അവാർഡ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. കാരണം അത് കൊടുത്തിരിക്കുന്ന ഒരു കോടതിയാണ്, അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആർക്ക് അനുകൂലമായിട്ടാണോ, അപ്പോൾ വാദിക്ക് അനുകൂലമായിട്ടാണ് വിധി, അല്ലെങ്കിൽ വാദിക്ക് വേണ്ടിയാണ് വിധി വന്നിട്ടുള്ളതെങ്കിൽ, കോടതിയുടെ വിധി വന്നിട്ടുള്ളതെങ്കിൽ അയാളാണ് ആ ഒരു ഡിക്രിയുടെ ഹോൾഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിക്രി ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി പ്രതിക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വിധി വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒപ്പോണൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ആ ഡിക്രി ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഡിക്രി ഹോൾഡർ എന്ന് റൂൾ 2C ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിക്രി ഹോൾഡർ? എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ദ ഡിക്രി അല്ലേ, ആർക്ക് അനുകൂലമായിട്ടാണോ ഡിക്രി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിക്രി. കണ്ടോ, ലീഗൽ അസൈനി, നിയമപരമായിട്ട് ആർക്ക് അനുകൂലമായിട്ടാണോ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വിധി കൊടുത്തിരിക്കുന്നത്, അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡിക്രി ഹോൾഡർ എന്ന് വിളിക്കാം. ആ ഡിക്രി സമ്പാദിച്ചിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വിധി സമ്പാദനം നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഡിക്രി ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് വിധി വന്നെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് ഡിക്രി ഹോൾഡർ എന്ന് വിളിക്കാൻ പറ്റൂ. അത് ആരുമാകാം. ഓക്കെ ആണ്. അപ്പോൾ റൂൾ 2C പ്രകാരം ഡിക്രി ഹോൾഡറാണ്. ഇപ്പോൾ ഇൻ കേസ് ഒരു സൊസൈറ്റി, ഞാൻ പോയിട്ടൊരു സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുക്കുകയാണ്, പക്ഷേ ഞാൻ തിരിച്ചടവിനകത്ത് വീഴ്ച വരുത്തി, സൊസൈറ്റി എനിക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ കോടതി ഇതെല്ലാം കേട്ടതിന് ശേഷം, കോടതി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് കേൾക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിനാണ്. അപ്പോൾ രജിസ്ട്രാർ ഇത് കേട്ടതിന് ശേഷം രജിസ്ട്രാർ ഒന്നുകിൽ നേരിട്ട് വന്നിട്ട് അത് ചെയ്യും, അല്ലെങ്കിൽ ആർബിട്രേറ്ററിനെ വെക്കും. അപ്പോൾ എന്തായാലും രജിസ്ട്രാറോ ആർബിട്രേറ്റർ ആരായാലും ഈ പറഞ്ഞ രീതിയിൽ ഒരു വിധി, ഈ പറഞ്ഞ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം സൊസൈറ്റിക്ക് പറയാനുള്ള കേട്ട് എനിക്കും പറയാനുള്ള കേട്ടിട്ട് ഒരു വിധി തരും. അപ്പോൾ സൊസൈറ്റിക്ക് അനുകൂലമാണെങ്കിൽ ആ വിധി, സൊസൈറ്റിയാണ് അവിടെ ഡിക്രി ഹോൾഡർ എന്ന് പറയുന്നത്. കാരണം ആ ഒരു വിധി സമ്പാദിച്ചിരിക്കുന്നത് ആ സൊസൈറ്റിയാണ്. മനസ്സിലായോ പറഞ്ഞത്. ഇനി എനിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളതെങ്കിൽ അവിടുത്തെ ഡിക്രി ഹോൾഡർ ഞാനാണ്. സോ ആ വിധി സമ്പാദനം നടത്തിയിരിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ഡിക്രി ഹോൾഡർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് 2C റൂൾ 2C ഡിക്രി ഹോൾഡർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഓൾസോ കോൾഡ് പ്ലെയിൻറ്റിഫ് ഓർ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ഇയാളെ എന്തെന്നും വിളിക്കും, പ്ലെയിൻറ്റിഫ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്നും വിളിക്കാറുണ്ട്. പ്ലെയിൻറ്റിഫ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത് ആരെ തന്നെയാണ്, ഡിക്രി ഹോൾഡറിനെയാണ്.
ഓക്കെ, ഈ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടാനുള്ള ആളാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്, കൊടുക്കാനുള്ള ആളാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. സോ കിട്ടാനുള്ള ആൾ, പണം കിട്ടാനുള്ള ആ ഒരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരുന്നത്. അപ്പോൾ അയാളായിരിക്കും ആ വിധിയുടെ ഹോൾഡർ ഡിഗ്രിയുടെ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഹോൾഡർ എന്ന് വിളിക്കുന്നു? പ്ലെയിൻറ്റിഫ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു റൂൾ 2 ഡെഫിനിഷൻസ് അതിൻ്റെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ക്ലാസ് തന്നെയാണ്. ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു മാർക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു ഓൾ.